നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്. ഏകദേശം 1 മന്ത് പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു മാസത്തിൽ നമ്മൾ ട്രേഡ് ചെയ്തത് 18 ദിവസമാണ്. 18 ട്രേഡിംഗ് ഡേയ്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. ചില ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, ചില ദിവസങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ 18 ദിവസം ഞാൻ കാണിച്ചാലും നമ്മൾ ജസ്റ്റ് ഒരു P&L റിപ്പോർട്ട് എടുക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ജൂൺ മെയ് 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 13-ാം തീയതി. ഓക്കെ, ജസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഈ മാസത്തിൽ 3, 4, 7 കഴിഞ്ഞ മാസം നമ്മൾ 10 ദിവസമാണ് ട്രേഡ് ചെയ്തത്. 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ 10 ദിവസം ട്രേഡ് ചെയ്ത്. ഈ മാസത്തിൽ നമ്മൾ 2, 3, 4, 8 ദിവസം, അങ്ങനെ ടോട്ടൽ 18 ദിവസമാണ് ട്രേഡ് ചെയ്തത്. 20,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഏകദേശം 54,450ആണ്. 20,000 ക്യാപിറ്റലും ഈ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും. ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ നമ്മൾ ടാർഗറ്റ് 30,000 അച്ചീവ് ചെയ്യാൻ പറ്റി. ഈ മാസത്തെ ടാർഗറ്റ് 45,000 ആണ്. അത് ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഓരോ മാസവും നമ്മൾ 50% ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് നാളെ തന്നെ 1 crore എത്തിക്കാനല്ല, മന്ത്ലി 50% അതിന് ഓപ്ഷൻ ബൈയിൽ അത് ഈസിയാണ്. പക്ഷെ അത് നമ്മൾ അതേപോലെ പോവാനും ഈസിയാണ്. അപ്പോൾ അത് പോവാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാസത്തെ നമ്മളെ റിപ്പോർട്ടും കാര്യങ്ങളും. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു ഹെവി മൂവ്മെൻ്റ് ആണ് തന്നത്. ആ മൂവ്മെൻറ്റ് മിസ്സായി. കാരണം ഇന്നലെ ഞാൻ രാവിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു സിംഗിൾ ട്രേഡ് എടുത്തിട്ട് അത് ലോസിലായപ്പോൾ ഏകദേശം 900 രൂപയോളം ലോസ് വന്നപ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സി ട്രേഡാണ് എടുത്തത്. ഇന്നലെ ഒരിക്കലും പി എടുക്കാനുള്ളൊരു സെറ്റപ്പ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കാരണം ഓൾമോസ്റ്റ് ഗ്ലോബൽ ക്യൂസ് എല്ലതും പോസിറ്റീവായിരുന്നു. അതുകൂടാതെ 2-3 ദിവസമായി മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കാൻ തുടങ്ങിയിട്ട്. അതായത് മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ടും താഴേക്കൊരു മൊമെൻ്റ് ഇല്ലാതെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ കയറിയിട്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഒരു പി ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സമയം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഫസ്റ്റ് ട്രേഡ് എടുത്ത് ഞാൻ ഇവിടെ നിന്നെടുത്ത് ഇത് വന്ന് തിരിച്ച് ക്യാൻഡിൽ ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മളിത് എക്സിറ്റ് ചെയ്ത്. അതൊരു 900 ഉറുപ്പിയോളം നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രേഡ് എടുത്ത് ഏകദേശം ഈ മൂവ്മെൻ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് റിസ്കി ട്രേഡ് ആയിരുന്നു. 500 മുകളിൽ ഹോൾഡ് ചെയ്തപ്പോൾ അതെടുത്ത് അത് ഒരു 13,500 രൂപ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യിച്ചത്. അങ്ങനെയാണ് നമ്മളുടെ ഇന്നലത്തെ പ്രോഫിറ്റ് ഏകദേശം 3,471 രൂപ പ്രോഫിറ്റ് കിട്ടിയത്. ട്രേഡറുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചാർജസും ടാക്സും. നമ്മൾ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിലത്തെ ഏകദേശം 10% ആകുമ്പോൾ നമ്മൾ ചാർജായിട്ട് തന്നെ നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയർലി 15%. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ലെറ്റ്സ് സീ. ചാർജസ് കുറയ്ക്കണമെങ്കിൽ ട്രേഡ് കുറയ്ക്കണം. എന്നാലും നമുക്കൊരു മിനിമം ചാർജ് ഒന്നും എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് ഇതുവരെയുള്ള സ്റ്റാറ്റസ്. 1 മന്തിലെ സ്റ്റാറ്റസാണ്. അടുത്ത മന്ത് 13-ാം തീയതി വീണ്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.